കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന പലസ്തീൻ അനുകൂല മൈം അവതരിപ്പിച്ചു. കലോത്സവ പൂർത്തീകരണത്തിന്റെ ഭാഗമായാണ് മൈം വീണ്ടും അരങ്ങിലെത്തിച്ചത്. അതേസമയം വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. കലോത്സവ മാനുവൽ അനുസരിച്ച് 6 പേരാണ് പരിപാടി അവതരിപ്പിച്ചത്. കഫിയ ധരിച്ച വിദ്യാർത്ഥികൾ വേദിയിലെത്തിയെങ്കിലും അവതരണ സമയത്ത് ഒഴിവാക്കി. പലസ്തീനിലെ കുട്ടികളുടെ ദുരിതപൂർണമായ ജീവിതം ഇതിവൃത്തമാക്കിയ മൂകാഭിനയത്തെ നിറഞ്ഞ കയ്യടിയോടെയാണ് വിദ്യാർത്ഥികൾ വരവേറ്റത്. മൂകാഭിനയത്തിന് ശേഷം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചില വിദ്യാർത്ഥികൾ കഫിയ അണിഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ചു. മൂകാഭിനയം വീണ്ടും അവതരിപ്പിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും മനുഷ്യത്വത്തിന്റെ സന്ദേശമാണ് പങ്കുവച്ചതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തതാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യയിൽ ഇത് കണ്ടിട്ട് അത് കണ്ടിട്ട് ബൽഗാമിൽ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം പിന്നെ ഒരേ വേദിയിൽ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ അത് കൊണ്ട് ഫലസ്തീൻ്റെ തീമെടുത്ത് ചെയ്തതാണ്. പിന്നെ സന്തോഷമുണ്ട് നമുക്ക് വീണ്ടും അവസരം തന്നതിൽ. ഹ്യൂമാനിറ്റി മാത്രമാണ്, ഒരു മനുഷ്യത്വത്തിൻ്റെ ഇത് എല്ലാവരും കാണിക്കണം എന്നുള്ളൊരു സന്ദേശമാണ്. അതിനിടെ BJP യുവമോർച്ച പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു പ്രകടനം. കലോത്സവത്തിനിടെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കേണ്ട കലോത്സവം ആദ്യ ദിനത്തിൽ തന്നെ അവസാനിപ്പിച്ചത്. പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ദുരിതം ഇതിവൃത്തമാക്കി അവതരിപ്പിച്ച മൂകാഭിനയം അധ്യാപകർ ഇടപെട്ട് തടസ്സപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. കലോത്സവം പുനരാരംഭിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് മാറ്റിവെച്ച മത്സരങ്ങൾ ഇന്ന് അവതരിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.